പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൽ വലിയ കോമ്പറ്റീഷൻ ഇല്ലാത്ത ഒരു ബിസിനസ് ആശയമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഗ്ലാസ് കുള്ളറ്റ് മേക്കിംഗ് ബിസിനസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. സാധാരണ നമ്മൾ കാണുന്ന ഗ്ലാസ് ബോട്ടിലുകളും കണ്ണാടി ചില്ലുകളും വിൻഡോയുടെയൊക്കെ ഗ്ലാസുകളും അതുപോലെ തന്നെ കാറിൻ്റെയൊക്കെ ഗ്ലാസുകളും എല്ലാം പൊട്ടിയതിന് ശേഷം പലരും അത് പുതിയത് വാങ്ങാറാണ് പതിവ്. അപ്പോൾ ഈ പൊട്ടിയതെല്ലാം എവിടെയാണ് പോകുന്നത്, അതെന്താണ് ചെയ്യുന്നത്, ഇതിനെപ്പറ്റി പലർക്കും അറിയില്ല. എന്നാൽ ഇത് എങ്ങനെ ഒരു ബിസിനസ് ആക്കി മാറ്റാം, ഇത്തരത്തിലുള്ള ഗ്ലാസുകൾ എങ്ങനെ ഒരു ബിസിനസ് ആക്കി മാറ്റാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. സ്ക്രാപ്പ് കടക്കാരൊക്കെ വീടുകളിൽ വന്നിട്ട് നിങ്ങളുടെ പൊട്ടിയ ഗ്ലാസുകളോ അല്ലെങ്കിൽ കുപ്പികളോ ഒക്കെ എടുത്തുകൊണ്ട് പോകാറുണ്ട്. അവർ അതിനൊരു ചെറിയ എമൗണ്ട് നമുക്ക് നൽകാറുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ ടൈപ്പ് ഗ്ലാസുകളെയും അവർ റീസൈക്കിൾ ചെയ്തതിന് ശേഷം പുതിയ പ്രോഡക്റ്റുകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. കണ്ണാടി ഗ്ലാസുകളായിട്ടും ബൗളുകളായിട്ടും അതുപോലെ തന്നെ ഗിഫ്റ്റ് ഐറ്റങ്ങളായിട്ടും ബാംഗിൾസ് ആയിട്ടും ഒക്കെ മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതൊരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിനെ മണൽ പോലെയാക്കി മാറ്റുന്ന മെഷീനുകളും അവൈലബിൾ ആണ്. ഈ മെഷീനുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ബിസിനസ്സുകൾക്ക് നല്ല ലാഭമാണുള്ളത്. കാരണം ഇതിൽ കോമ്പറ്റീഷൻ കുറവാണ്. വളരെ കുറച്ച് പേർ മാത്രമാണ് ഇത് കേരളത്തിലേക്ക് എടുത്ത് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ബിസിനസ് എങ്ങനെ ആരംഭിക്കാം, ഇതിലൂടെ എങ്ങനെ ലാഭം ഉണ്ടാക്കാം, ഇതിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ പറയുന്നത്. പല ടൈപ്പ് മെഷീനുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ബോട്ടിലുകൾ മെഷീനിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുമ്പോൾ അതിനെ ക്രഷ് ചെയ്ത് മണൽ പോലെ ആക്കി തരുന്ന മെഷീനുകൾ അവൈലബിൾ ആണ്. ഇനി മറ്റൊരു ടൈപ്പ് മെഷീൻ എന്ന് പറയുന്നത് ഇത് മണൽത്തരികൾ പോലെ അല്ലാതെ ചെറുതായിട്ട് ക്രഷ് ചെയ്ത് തരുന്ന മെഷീനുകളുണ്ട്. ഇതിൽ ഏത് ടൈപ്പ് ഗ്ലാസ് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഇനി മറ്റൊന്ന് പ്ലാന്റ് ആയിട്ട് ചെയ്യുന്നതാണ്, വലിയ രീതിയിൽ ചെയ്യുന്നത്. അതിൽ നമുക്ക് ഏത് ടൈപ്പും ഏത് കളർ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഏത് കളറിലുള്ള ബോട്ടിൽ വേണമെങ്കിലും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഇത് വലിയ പ്ലാന്റ് ആയിട്ട് ചെയ്യുന്നവർക്കാണ് ഈ ഒരു മെഷീൻ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം സെപ്പറേറ്റ് വേർതിരിച്ചതിന് ശേഷം ഗ്ലാസിൻ്റെ തരികൾ മാത്രമായിട്ടായിരിക്കും കിട്ടുന്നത്. ഇതിൽ കളറുകൾ, ഇപ്പോൾ നമ്മൾ ഇടുന്ന ഗ്ലാസുകൾ പച്ച കളർ ഉണ്ടാകാം, പല പല കളറുകൾ ഉണ്ടാകാം. ഈ കളറുകളെല്ലാം സെപ്പറേറ്റ് തരംതിരിച്ച് തരും. മെഷീൻ തന്നെ അത് തരംതിരിച്ച് തരും. എന്നാൽ ഇതിന് മുമ്പേ പറഞ്ഞ രണ്ട് മെഷീനുകളിലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൽ നമ്മൾ അത്യാവശ്യം ഏത് പച്ചയാണോ നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ പച്ച ബോട്ടിലുകൾ മാത്രം ആദ്യം ഇട്ട് അത് ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം മറ്റു നിറങ്ങളിലുള്ള ബോട്ടിലുകൾ ഇടേണ്ടി വരും. കാരണം ഇത് റീസൈക്കിൾ ചെയ്യുമ്പോൾ ഇതിലുണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ പലതും പല കളറിലുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് കളറുകൾ നമ്മൾ വേർതിരിച്ച് വേണം കൊടുക്കാനായിട്ട്. വലിയ പ്ലാന്റ് ആയിട്ട് ചെയ്യുമ്പോൾ ആ മെഷീൻ നിങ്ങൾക്ക് അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് തന്നെ തരും. ഓരോന്നും തരംതിരിച്ച് തരും. അപ്പോൾ മാനുവലായിട്ട് ചെയ്യുമ്പോൾ അതെല്ലാം നിങ്ങൾ തന്നെ ചെയ്യണം. അപ്പോൾ ഈ 3 രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ആദ്യത്തെ രീതിയിലുള്ള മെഷീൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 70,000 രൂപ മുതൽ അവൈലബിൾ ആണ്. ഇനി ബോട്ടിലിനെ മണലാക്കി തരുന്ന മെഷീൻ ആണെന്നുണ്ടെങ്കിൽ അതിന് 3 ലക്ഷം രൂപ മുതൽ 7 ലക്ഷം രൂപ വരെയുള്ള മെഷീനുകൾ അവൈലബിൾ ആണ്. ഇനി വലിയ പ്ലാന്റ് ആയിട്ട് വലിയ ബിസിനസ്സായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 25 ലക്ഷം രൂപ നിരക്കിൽ അതിൻ്റെ മെഷീനുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെഷീനുകളെല്ലാം ഓൺലൈനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് ഗൂഗിളിൽ നോക്കിയാൽ മതി. ഇനി ഈ ഒരു ബിസിനസ്സിന് ആവശ്യമായിട്ട് വരുന്ന റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്ക്രാപ്പ് ബോട്ടിലുകളാണ്. സ്ക്രാപ്പ് ബോട്ടിലുകളും നിങ്ങൾക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇത് നിങ്ങൾക്ക് 4 രൂപ 8 രൂപ 6 രൂപ നിരക്കിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് ബോട്ടിലുകളായിട്ടും കിട്ടും, സ്ക്രാപ്പ് ചെയ്തതും കിട്ടും. നിങ്ങൾ തരിത്തരിയായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ ഗ്ലാസ് ബൗളുകളും ഒക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറികളിലേക്കാണ് പോകുന്നത്. കണ്ണാടി ഐറ്റങ്ങളെല്ലാം റീസൈക്കിൾ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇത് ആവശ്യമായിട്ട് വരുന്നതാണ്. പലർക്കും ഉള്ള ഒരു സംശയമാണ് ഇത് എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇത് ആരാണ് വാങ്ങുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മാർക്കറ്റിംഗ് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. ഇന്ത്യ മാർട്ട് പോലെയുള്ള വെബ്സൈറ്റുകളിൽ നിങ്ങൾക്ക് ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു GST ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യ മാർട്ടിലേക്ക് ഇത് പോസ്റ്റ് ഇടാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ഓർഡറുകൾ കിട്ടും. അതുപോലെ തന്നെ എക്സ്പോർട്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. അവിടെയും നിങ്ങൾക്ക് ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഫോറിൻ കൺട്രീസിൽ നിന്നുള്ള ഓർഡറുകളൊക്കെ കിട്ടും. ഇതുപോലെ സ്ക്രാപ്പ് ഐറ്റങ്ങളൊക്കെ വിൽക്കുന്ന ധാരാളം വെബ്സൈറ്റുകളുണ്ട്. നിങ്ങൾക്ക് ആ വെബ്സൈറ്റുകളിലെല്ലാം ഇത് പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ബൾക്ക് ഓർഡറുകളൊക്കെ ആയിരിക്കും കിട്ടുന്നത്. ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് നിങ്ങൾക്ക് ട്രേഡ് ലൈസൻസ് ആവശ്യമാണ്. അതുപോലെ GST ആവശ്യമാണ്. പിന്നെ പൊല്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ ഇതൊരു റീസൈക്ലിംഗ് ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് കിട്ടാനുള്ള ചാൻസുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൂടി ഒന്ന് അന്വേഷിച്ച് നോക്കുക, അങ്ങനെ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ളത്. പലരും പറയുന്ന ഒരു സംശയമാണ്, ഇത് എങ്ങനെ മാർക്കറ്റ് ചെയ്യും, ഇതിലൂടെ എന്തെങ്കിലും ലാഭം കിട്ടുമോ, ഇത് വെറുതെ ആണോ എന്നൊക്കെ. എന്നാൽ ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ ആൾക്കാർ ചെയ്ത് അവർ ലാഭം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ നമ്മൾ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഇന്ത്യയിൽ പലയിടത്തും ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നവരുണ്ട്, അവർ വിജയിച്ചവരാണ്. അപ്പോൾ അവരെങ്ങനെയാണ് വിജയിച്ചത്, അവരുപയോഗിക്കുന്ന മാർക്കറ്റിംഗ് ട്രിക്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ നിങ്ങളും മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളെക്കൊണ്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് അതിന് കഴിയുമെങ്കിൽ മാത്രം ആ ഒരു ബിസിനസ് ചെയ്യുക. ഒരു ബിസിനസ് ആശയമാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഇതുപോലെയുള്ള ബിസിനസ് ആശയങ്ങളാണ് ഈ ചാനലിലുള്ളത്. അതുകൂടി കാണാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.